വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് കഠിനാധ്വാനം എന്ന് കേട്ട് വളർന്നവരാണ് നമ്മൾ. എന്നാൽ ആ കഠിനാധ്വാനം തന്നെ ജീവൻ എടുത്താൽ പിന്നെ ജോലി കൊണ്ട് എന്ത് കാര്യം? CA ഡിസ്റ്റിങ്ഷനിൽ പാസ്സായ അന്ന സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ബിഗ് 4 ഫൈനാൻഷ്യൽ കൺസൾട്ടിംഗ് ഫേംസിലൊന്നായ EYയിൽ ജോലി ചെയ്യാന്നുള്ളത് തന്റെ സ്വപ്ന ജീവിതത്തിലേക്കുള്ള ആദ്യ കാൽവെപ്പായിരുന്നു. ദിവസം 18 മണിക്കൂറിലധികം ജോലി, 4 മണിക്കൂറിൽ താഴെ മാത്രം ഉറക്കം, കൃത്യമായ ഭക്ഷണമില്ല, ഉറക്കമില്ല, ഇടവേളകളില്ല, താങ്ങാനാവുന്നതിലും അധികം വർക്ക് പ്രഷർ. ജോയിൻ ചെയ്ത് വെറും 4 മാസം കൊണ്ട് അതേ സ്വപ്ന ജോലി അവളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. ജോലി സമ്മർദ്ദം കാരണം മകൾ രാജിവെക്കാൻ തീരുമാനിച്ചിരുന്നു. മിക്ക ദിവസങ്ങളിലും മകൾക്ക് ഉറങ്ങാൻ പോലും പറ്റിയിരുന്നില്ല. ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ രാജിവെച്ച് വരാൻ പറഞ്ഞിരുന്നു. മരിച്ച അന്നയുടെ പിതാവ് സിബി ജോസഫിന്റെ വാക്കുകളാണിത്. അന്നയുടെ മരണവാർത്ത അറിഞ്ഞ് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ വന്നൊരു ചോദ്യം ഉണ്ടാകും, രാജിവെച്ച് വരാമായിരുന്നില്ല എന്നത്. പക്ഷേ അന്ന തന്റെ കരിയർ ആരംഭിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അവൾക്ക് ഏറെ താല്പര്യം ഉണ്ടായിരുന്നു. ഒരു വർഷം എക്സ്പീരിയൻസ് നേടിയ ശേഷം ഇറങ്ങിയാൽ അത് തന്റെ കരിയറിൽ ഉണ്ടാക്കാൻ പോകുന്ന നേട്ടത്തെക്കുറിച്ച്, തന്റെ ആരോഗ്യത്തെക്കാളും സന്തോഷത്തെക്കാളും കൂടുതൽ അവൾ ചിന്തിച്ചിട്ടുണ്ടാകും. എങ്ങനെ നോ പറയണമെന്ന് പോലും തന്റെ മകൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് പിതാവ് പറഞ്ഞത്. ഇത് അന്നയുടെ മാത്രം കാര്യമല്ല, സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി EY എന്നല്ല ഏതൊരു കോർപ്പറേറ്റ് കമ്പനിയിലേക്കും പോകുന്ന യുവാക്കളുടെ സ്ഥിതിയാണ്. തൊഴിലിടത്തിൽ പൊതുവായി കാണുന്ന ഒരു കാര്യമുണ്ട്, കുറച്ചുപേർ നന്നായി ജോലി ചെയ്യുന്നുണ്ടാവും, അവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. മറ്റൊന്ന് നോ പറയാൻ പറ്റാത്തതാണ്. ഇതിനകം ധാരാളം ജോലികൾ ചെയ്തു തീർക്കാനുണ്ടെന്നും പുതിയതൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല എന്നും പറയാൻ കഴിയാത്തത് വലിയൊരു പ്രശ്നം തന്നെയാണ്. മറ്റൊന്ന് പെർഫെക്ഷനിസമാണ്. ചെയ്യേണ്ട ജോലി പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. പല കാരണങ്ങൾ കൊണ്ട് അത് സാധിക്കാതെ വരുമ്പോൾ അതും സമ്മർദ്ദം വർദ്ധിപ്പിക്കും. കൂടുതൽ ജോലി ചെയ്താൽ തൊഴിലെടുത്ത് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്ന തോന്നലിൽ പലരും ആരോഗ്യം മറന്ന് ജോലി ചെയ്ത് മരണത്തെ നേരത്തെ വിളിച്ചു വരുത്തും. ജോലി മാത്രമല്ല ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഒന്ന് മാത്രമായിരിക്കണം ജോലി. ഇപ്പോഴത്തെ ജോലികളിൽ ഏറ്റവും വലിയ വില്ലനാണ് ടാർഗറ്റ് എന്ന വാക്ക്. ടാർഗറ്റ് തികയ്ക്കാൻ സ്വന്തം ജീവിതം തന്നെ ഹോമിക്കുന്നവർ ഒന്നോർക്കണം, നിങ്ങൾക്ക് നഷ്ടമാവുന്നത് നിങ്ങളുടെ തന്നെ ജീവിതമാണ്. കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിക്കാനും മറ്റു വിനോദങ്ങളിൽ ഏർപ്പെടാനുമുള്ള നല്ല സമയമാണ്. നിശ്ചിത സമയത്തിലും അധികം ജോലി ചെയ്ത് മറ്റൊന്നിനും പറ്റാത്ത അവസ്ഥയിലേക്കായിരിക്കും വീട്ടിലേക്ക് തിരിച്ചെത്തുക. മറ്റുള്ളവരെ നോക്കി ഒന്ന് ചിരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ. ഭാര്യയും മക്കളും കുടുംബാംഗങ്ങളും ഒക്കെയുള്ള സ്ഥലത്ത് അവരോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെക്കേണ്ട സമയത്ത് ഓഫീസിലെ ചിന്തകളിൽ മുഴുകുകയും ജോലിയുടെ ബാക്കി ചെയ്ത് തീർക്കുകയൊക്കെ ചെയ്യുന്നത് അനാരോഗ്യകരമായ പ്രവണതയാണ്. ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. അത് പല വിധത്തിൽ നിങ്ങളെ ബാധിക്കും. കമ്പനിയിലെ മറ്റുള്ള ജോലിക്കാരെ പോലെ തന്നെ അന്നയും ജോലി ചെയ്തിരുന്നുള്ളൂ എന്നും അന്നയുടെ മരണ കാരണം വർക്ക് പ്രഷറാണെന്ന് വിശ്വസിക്കുന്നില്ല എന്നുമാണ് കമ്പനി അധികൃതർ അന്നയുടെ മരണത്തെക്കുറിച്ച് പ്രതികരിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം മറ്റൊരാൾ. നഷ്ടം നിങ്ങൾക്കും നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും മാത്രമാണ്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരുടെ ജീവിതത്തിൽ ഈ തിരിച്ചറിവ് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നില്ല. എങ്കിലും അധികാരികളെ കണ്ണു തുറക്കൂ എന്നല്ലാതെ എന്ത് പറയാൻ?